കൗതുക ലേശം കൂടുതൽ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. പരിചയമുണ്ട്. ഞാനൊരു മഹിളയാണ്. നിനക്ക് ഇന്നു മുതൽ യാത്ര കൊടുക്കണം. ആ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യണം. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ 200 അധികം ആൾക്കാരാണ് കുമ്പളൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കളക്ടറേറ്റ്. ഓക്കെ, നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്ക് എല്ലാവരും ടൗൺ ഹാളിലെത്താൻ പറയണം. 6 മണിക്കല്ലേ? അവിടെ എന്താ പരിപാടി? എടാ നാളെ അവിടെ കവി സമ്മേളന. ആകെ 9 പേരല്ലേ കാണുന്നുള്ളൂ. ഒരാൾക്ക് 650 പറഞ്ഞിരിക്കണം, കൂട്ടി തരണം. സാർ ഇനിയും ശക്തി പ്രകടനം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ തന്നെ ഇറക്കി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് ജീപ്പ് തടയാൻ വേണ്ടി അശ്വിനി മേഡവും സംഘവും തീരുമാനിച്ചു. ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ള സാരി ഉടുപ്പിക്കണ്ട. ഈ വണ്ടി ഇവിടുന്ന് പോകുന്നില്ല. ഞങ്ങൾ ഗവൺമെന്റ് പ്രോപ്പർട്ടിയുടെ അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോകും. അഭിനയോ കുറച്ചു കഴിഞ്ഞപ്പോ ജീപ്പിന്റെ മുമ്പിലിരുന്ന മാടത്തെ കാണാനില്ല. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. നോക്കുമ്പോ അതാ മേഡം പോലീസ് ജീപ്പിന്റെ പിന്നിൽ നിൽക്കുകയാണ്. അതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്തിനാ നിങ്ങള് ജീപ്പിന്റെ ബാക്കിലേക്ക് പോയേ? ജീപ്പ് എന്ത് ചെയ്തു? ബാക്കിലിട്ട് എടുത്തു. അപ്പൊ ബാക്കിൽ പോവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബാക്കിൽ വന്നു. ചിരിച്ചു. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്ത ചിരിച്ചെന്നറിയോ? എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? പിടിച്ചോ പിടിച്ചോ. അണികളു മാഡത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാക്കിലേക്ക് വന്നു. ഫ്രണ്ട് ഫ്രീ ആയപ്പോ ഡ്രൈവർ ജീപ്പ് എടുത്ത് മുന്നിലേക്ക് പോയി. എങ്കിലും നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ? എന്റെ പ്രവർത്തകന്മാർ എന്റെ കാള് സൂപ്പറാ. ഞാൻ ബാക്കിൽ വന്നപ്പോൾ എന്റെ പുറകിലാണ് വന്നത്. വണ്ടി മൂവ് ആയത് ഫ്രണ്ടിന്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിങ്ങൾ ഒരാളെ പൊക്കിട്ടുണ്ടാ? ഒരാളെ പൊക്കിട്ടുണ്ടാ? ഇന്ന് BJP പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ മാത്രം പൊക്കാൻ വേണ്ടി എന്താണ് റീസൺ നിങ്ങൾക്ക്? ഉമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസ്റ്റാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. വർക്കർ എന്ന് പറയുന്ന അഭിമാനത്തിന് വേദനയാക്കിയാല് കേരളം മൊത്ത കത്തും. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഇങ്ങനെ പേടിച്ചിട്ടൊന്നും പോയതല്ല, ഞങ്ങൾ മടങ്ങി പോയതല്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. ഇതിനുള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഓക്കെ സാർ, ഭാരത് ജയ്. പലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാ